1399 ഒരു വെഡിങ് റെഡി ലുക്കാണ് കേട്ടോ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ്. അതിനകത്ത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സാരീസ്. 1399 ഫുള്ളായിട്ട് ഒരു ഒരു വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഹൊറിസോണ്ടൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉടുക്കാൻ വളരെ സുഖമുള്ള ലൈറ്റ് വെയിറ്റ് സാരീസ് ആണ്. ഇത് ആക്ച്വലി ഇങ്ങനത്തെ സാരീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹൽദി പോലത്തെ ഫംഗ്ഷൻസ്, സംഗീത് പോലത്തെ ഫംഗ്ഷൻസും, ഇപ്പം വെഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക്ഡ് ആയിട്ടുള്ള ബ്ലൗസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ആ ലുക്ക് ചേരണില്ല, അല്ലെങ്കിൽ ആ സാരി മതി പോരാന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നമേ അത് വരത്തില്ല. കാരണം ഇത് അത്രയും ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ആൻഡ് നമുക്ക് ഓരോ കളേഴ്സായിട്ട് കാണാം. അങ്ങനെ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. അതിനകത്ത് മംഗൾഗിരി ലുക്കിലാണ് അതിൻ്റെ ഒരു ബോർഡർ വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സെയിം ലുക്കിൽ തന്നെ വന്നിട്ടുള്ള ലൈൻസ് ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് സെറി വീവിങ് പാറ്റേണിൽ ഭഗൽപുരി ലിനൻ വീവിങ് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് പവലൂമിൽ ചെയ്തേക്കുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ലൂസി ഹാൻഡ്സ് ആയിട്ട് വരത്തില്ല. ആൻഡ് നമുക്ക് ഇതിനകത്ത് സ്റ്റോൺ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കൊള്ളാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ അധികം വരുന്നില്ല. എന്നാലും അതിനുള്ള ചാൻസസ് ഈ സ്റ്റോൺ ജ്വല്ലറി ആണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. ആൻഡ് മേ ബി ഇഫ് യു റിയലി കീനാണെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഒരു നെറ്റിൻ്റെ ഒരു ലൈനിങ് പോലെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇറ്റ് വോണ്ട് ബി നെസസറി. ആൻഡ് ഇതിനകത്ത് നമുക്ക് നല്ല ലെങ്തുള്ള സാരിയാണ്. ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ലുക്കാണ് കേട്ടോ. പല്ല് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് പാറ്റേണിലാണ് വരിക. സെയിം ബോഡിയിൽ വന്നിരിക്കുന്ന അതേ പാറ്റേൺ എൻ്റെ വരേക്കും വന്നിട്ടുണ്ട്. ആൻഡ് സെൽഫ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ടാസിൽസ് ടൈ ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു കുഞ്ഞ് സ്ട്രൈപ്പ് ലുക്ക് കൂടെ കൊടുത്ത് ചെക്ക് ഡിസൈൻസ് ആണ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് എ റിയലി ബ്യൂട്ടിഫുൾ ബ്രിക്ക് ടോണിലോട്ട് പോയിട്ടുള്ള മറൂൺ ഷെയ്ഡാണ്. ട്രഡീഷണൽ കളർ നമുക്ക് നന്നായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഉടുക്കുമ്പോൾ ഒരു ലുക്ക് വരുന്നത് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ ഷെയ്ഡിലല്ലേ മൊത്തം സാരിയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ്, നമുക്ക് ചേരുന്ന കോമ്പിനേഷൻസ്, സാരി ഇപ്പോൾ നമുക്ക് സംതിങ് ദാറ്റ് വി ഡോണ്ട് ഹാവ് ദിസ് കളർ എന്ന് വെച്ചാൽ ആ സാരി വാങ്ങിയിട്ട് നമുക്ക് നല്ലൊരു ബ്ലൗസിൻ്റെ കൂടെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് സെയിം ലുക്ക് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. വെർട്ടിക്കൽ പാറ്റേൺ, ഗ്രെയിനിലെ ഡിഫറൻസ് വരുന്നുണ്ടാവും. അല്ല, ഗ്രെയിനിലെ ഡിഫറൻസ് വരത്തില്ല. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെർട്ടിക്കലായിട്ട് തന്നെ സ്ലീവ്സിൽ വരത്തുള്ളൂ. വെരി നൈസ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. വെർട്ടിക്കലായിട്ട് വേണമെങ്കിലും വെക്കാം, ഹൊറിസോണ്ടലായിട്ട് വെക്കാം. ആൻഡ് ബോർഡർ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ആൻഡ് ദിസ് ഇസ് ദി ഗ്രീൻ ഷെയ്ഡ്. ഡാർക്ക് ടോണിലോട്ട് പോയേക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ക്രീം. ഈ ക്രീമിൻ്റെ കൂടെ നമ്മളിപ്പം ഏത് കോമ്പിനേഷൻ ആണെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ്. സോ അപ്പോൾ ഇഫ് യു വാണ്ട് എ പെയർ റെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി നൈസ്. ഇഫ് യു ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് എ കോമ്പിനേഷൻ, ഒരു ലൈറ്റ്ലി ബ്രൈറ്റ് ആയിട്ടുള്ള ലുക്കാണ് ക്രൗഡ്സിന്. ഈവൻ ഈ ഒരു കോമ്പിനേഷൻ നോക്കിയാലും ഭംഗിയാണ്. ബ്ലൂവിൻ്റെ കൂടെ, അത് വയലറ്റ് ടോൺ വന്നിട്ടുള്ള ബ്ലൂ ആണ്, അതിൻ്റെ കൂടെയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് എ സാരി വിച്ച് ഇസ് എ റിയലി ഗുഡ് ബൈ. ഈ വിഷു ടൈം വരുമ്പോഴത്തേക്കും ആക്ച്വലി നല്ലതാണ് കേട്ടോ ഈ സാരീസൊക്കെ. പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡ്, ഇറ്റ്സ് വെരി പ്രിറ്റി. അതിൻ്റെ ക്രീമിൻ്റെ ലുക്ക് വരുന്നത്. ഇത് പല്ലുവാണ്. മാറിപ്പോയി കുറച്ച് ഫ്രണ്ടിലോട്ട്. സട്ടിൽ ലുക്കാണ്. ഇതൊരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദാറ്റ് വാസ് 306 എന്ന കോഡിലാണ് ഇത്രയും അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി 305 ആണ്. SK 306 305 എന്ന കോഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊരു പ്ലസന്റ് പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് തേയുമ്പോൾ വരുന്നത് നല്ല കളർ കേട്ടോ. Then we have this one. And the next shade. ഇതൊരു ഓറഞ്ച് റെഡ് ഷെയ്ഡാണ്.
ഭയങ്കര രസമുള്ളൊരു കളറുണ്ട്. എനിക്കിത് തുറന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് അതിനൊരു ഭംഗി തോന്നുന്നത് കളറിന്. നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലൂ ടോണിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ചെറിയൊരു ടിൻറ്റ് ഓഫ് വയലറ്റ് നമുക്ക് അതിനകത്ത് തോന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടേ വരുന്നുള്ളൂ, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു ഗ്രേ ടിൻറ്റും തോന്നുന്നുണ്ട്. നമുക്ക് ഡേ ലൈറ്റിലുള്ള ഫോട്ടോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദിസ് ഇസ് ഈ കളറും ഭയങ്കര രസമുണ്ട്. എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് കേട്ടോ. കൂടുതലായിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഏതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ച് സ്റ്റോൺ വന്നിരിക്കുന്നതും ഈ ഒരു ബ്ലൂ ഷെയ്ഡും ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ SK305 and 306 പ്രൈസ്ഡ് at 1399. ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ്. അതിൻ്റെ ഒരു കളർ കൊണ്ടും അതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിൽസും ഒക്കെ അതുപോലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് വൈറ്റ്സ് അല്ലാതെ ഈ ഒരു കമ്മിങ് വിഷുവിനൊക്കെ നമുക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു കുർത്തയാണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 1499 റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ കോട്ടൺ സിൽക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള കുർത്തയാണ്. ആൻഡ് അതിനകത്ത് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഫ്രണ്ട് പാനലിൽ നമുക്ക് സൈഡ് സ്ലിറ്റ് ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ടിലും ലോ സ്ലിറ്റ് വന്നിട്ടുണ്ട്. സെൻറ്റർ കട്ടിങ് വന്നിട്ടുള്ള ലുക്കാണ്. കോളർ പാറ്റേൺ പോട്ട്ലി ഓൾട്ടർനേറ്റ് ആയിട്ട് മൾട്ടി കളേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വിത്ത് കുഞ്ഞ് സിൽവർ ല്യൂറക്സിൻ്റെയും വൈറ്റും പിന്നെ മെറൂണും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഡെയിൻറ്റി ഫ്ലോറൽസ് ആണ്. ഇത് നമുക്ക് ഈ ഒരു സ്ലീവിലും വരുന്നുണ്ട്. ആൻഡ് ഇതിനെ ഫ്രെയിം ചെയ്യാനായിട്ട് സൈഡ് സ്ലിറ്റിനെ ഫ്രെയിം ചെയ്യാനായിട്ടും വന്നിട്ടുണ്ട്. നല്ലൊരു പിങ്ക് ആണ്. റോസ് ഒരു ഭയങ്കര ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലോട്ട് പോയേക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. വിതൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ലെങ്ത് ഏകദേശം ഒരു 44 അറൗണ്ട് റേഞ്ചിൽ വന്നിട്ടുണ്ട്. 3/4 സ്ലീവ് പാറ്റേണിലും നമ്മളിത് റെഡി ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒക്കേഷണൽ വെയർ നമുക്കൊന്ന് അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാനാണെങ്കിലോ വർക്ക് വെയറിനാണെങ്കിലോ കോളേജ് യൂസസിനാണെങ്കിലോ ഒക്കെ നമുക്കൊന്ന് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് ആക്ച്വലി മേക്സ് ഇറ്റ് ഗുഡ് ഫോർ ചർച്ച് വെയർ വിത്ത് ദുപ്പട്ട ആസ് വെൽ. നമുക്കൊന്ന് തലക്കൂടി ഇടാനൊക്കെ ആയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ദുപ്പട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നത് ആണ് കേട്ടോ. ആൻഡ് വെരി കംഫർട്ടബിൾ, ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഈ ഒരു സീസണിൽ ഇടാനാണെങ്കിലും സുഖമാണ്. കോട്ടൺ അല്ല, ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. കോഡ് വരുന്നത് VS111 ആൻഡ് പ്രൈസ്ഡ് at 1499. Another standard kurta for your everyday wear. നമുക്ക് വർക്ക് വെയറിനൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ടും നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നതും ആ ഒരു കളർ കോമ്പിനേഷൻ സോ എലഗൻറ്റ്. നമുക്ക് എല്ലാവർക്കും ചേരുന്ന കളർ കോമ്പിനേഷനാണ്. ഈ ചില ഡിസൈൻസ് സംതിങ് ദാറ്റ് ഇറ്റ്സ് വെരി ക്ലാസിക്. നമുക്ക് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റും, എല്ലാവർക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ചില ഡിസൈൻസ് നമുക്ക് എല്ലാവർക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഇസ് സംതിങ് യു ക്യാൻ വെയർ എവറി ഡേ ആൻഡ് വർക്ക് വെയറിന് പറ്റുന്ന ഒരു കളക്ഷൻ. ബഡ്ജറ്റ് റേഞ്ചിലാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു വെയർ ആസ് വെൽ. അപ്പോൾ ഫുൾ വീവ് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ്. ഒരു റെയിൻ ഡ്രോപ്പ് പോലെയുള്ള ഒരു ലുക്കിലാണ് അത് വന്നിരിക്കുന്നത്. വൈറ്റ് ത്രെഡിൽ നേവി ആൻഡ് ഇതാണ് അതിൻ്റെ വീവ് ബാക്ക് സൈഡ് വരുന്നത്. ആൻഡ് ഇത് വിതൗട്ട് ലൈനിങ്ങിൽ സൈഡ് സ്ലിറ്റ് പാറ്റേണിൽ വന്നിരിക്കുക. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ, അതുകൊണ്ട് യു വിൽ നോട്ട് നീഡ് ലൈനിങ്. അപ്പോൾ ഇന്ന് സ്ലിപ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്ലിപ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല കേട്ടോ. 3/4 സ്ലീവ് പാറ്റേൺ ആൻഡ് കോളേർഡ് വിത്ത് ബട്ടൺ ഡീറ്റെയിൽ. അത് ഷർട്ട് ബട്ടൺ പോലത്തെ ഉള്ള ഒരു ഡീറ്റെയിലാണ് വന്നിരിക്കുന്നത്. ക്ലോഷർ വരുന്ന ബട്ടൺസ് ആണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നില്ല. ആ ഒരു ബട്ടൺ ഹോളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ റിമൂവ് ഇറ്റ് നമ്മുടെ ഒരു കൺവീനിയൻസിന്. ക്ലോസ്ഡ് ആയിട്ട് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. പ്ലാക്കറ്റ് വിത്ത് ഹാഫ് കോളർ പാറ്റേൺ ആൻഡ് ഇതിനകത്ത് ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനോട് സിമിലർ ആയിട്ട് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിൽ ആ ലുക്ക് കൊണ്ടുവന്നിരിക്കുന്ന എംബ്രോയിഡറി വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ഗ്രേഷ് വൈറ്റ് ആണ് കേട്ടോ. ഒരു ഗ്രേഷ് ടോണിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് നമുക്ക് 9 to 5 വെയർ ചെയ്യാനുള്ള ഒരു കംഫർട്ട് സോണും വളരെ അധികം വരുന്നുണ്ട്. റെഡി ഡിസ്പാച്ച് ആയിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും കളക്ഷൻസ് എത്തിച്ചിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് കം വിസിറ്റേഴ്സ് ആൻഡ് try it on. ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ കം പർച്ചേസ് അറ്റ് ഇൻ ദ കംഫർട്ട് ഓഫ് യുവർ ഹോം. അപ്പോൾ ഓൺലൈൻ വിസിറ്റ് ചെയ്യുക www.aham.so. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് വിത്ത് ദ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് പേജിൽ പോവാം. കുർത്തീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ വന്നേക്കുന്ന ഓപ്ഷൻസ് നമുക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ VS110 എന്ന കോഡിൽ 1399 റേഞ്ചിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്ത.